നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മുതുതല കോഴിക്കാട്ടിരിയിൽ നിന്നും 750 ലിറ്റർ ചാരായവും വാറ്റ് ഉപകരണങ്ങളും എക്സൈസ് സംഘം പിടികൂടി. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. പട്ടാമ്പി മുതുതല കോഴിക്കോട്ടിരിയിലാണ് പട്ടാമ്പി എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ മണ്ണിനടിയിൽ 4 ബാരലുകളായി സൂക്ഷിച്ചിരുന്ന 750 ലിറ്റർ ചാരായവും വാറ്റുന്നതിന് പാകപ്പെടുത്തിയ വാഷും 1 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തത്. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പട്ടാമ്പി എക്സൈസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സൽമാൻ റസാലി, പ്രസന്നൻ, കെ മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു, ജയേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ ആരും കണ്ടെത്താനായിട്ടില്ല. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 2 മാസങ്ങൾക്ക് മുമ്പ് 936 ലിറ്റർ വാഷും 3 ലിറ്റർ ചാരായവും കോഴിക്കോട്ടിൽ നിന്നും പട്ടാമ്പി എക്സൈസ് കണ്ടെത്തിയിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി BLOമാർ വീടുകളിലെത്തി വിവരശേഖരണം തുടങ്ങി. ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രനിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഡെപ്യൂട്ടി കളക്ടർ SS അൽഫ തൃത്താല മണ്ഡലതല വിവരശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള വിവരങ്ങൾ തേടി BLOമാർ വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം തുടങ്ങി. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് വിവരശേഖരണം നടത്തുന്നത്. 2025 ഒക്ടോബർ 7 പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും BPLO 2 എന്യൂമറേഷൻ ഫോറം നൽകും. ഒരെണ്ണം പൂരിപ്പിച്ച് നൽകണം, 1 സൂക്ഷിച്ചു വെക്കണം. വിവരശേഖരണത്തിന്റെ തൃത്താല മണ്ഡലതല ഉദ്ഘാടനം ചലച്ചിത്ര പുരസ്കാര ജേതാവും അധ്യാപികയുമായ ബീനാർ ചന്ദ്രന് ഫോറം നൽകി ഡെപ്യൂട്ടി കളക്ടർ SS ആൽഫ നിർവഹിച്ചു. ബീനാർ ചന്ദ്രന്റെ വീട്ടിലെത്തിയായിരുന്നു വിവരശേഖരണം നടത്തിയത്. എല്ലാവരും ഈ യജ്ഞത്തിൽ പങ്കാളികളാവണമെന്ന് ഡെപ്യൂട്ടി കളക്ടർ SS ആൽഫ ഓർമ്മപ്പെടുത്തി. വോട്ടർ പട്ടികയുടെ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട ബീന ടീച്ചർക്ക് എന്യൂമറേഷൻ ഫോം നൽകിക്കൊണ്ട് തൃത്താല മണ്ഡലത്തിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആരംഭിക്കുകയാണ്. എല്ലാ ജനങ്ങളും 2025 റോളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം ഇന്നു മുതൽ BLOമാർ നിങ്ങളുടെ വീട്ടിലെത്തി തന്നെ തരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് തിരിച്ച് BLOയ്ക്ക് നൽകേണ്ടതാണ് എന്നുള്ളത് ERO തൃത്താല മണ്ഡലത്തിലെ ERO എന്ന രീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഫോറം പൂരിപ്പിച്ചു നൽകിയ ബീനാർ ചന്ദ്രനും സൂചിപ്പിച്ചു. അപ്പോൾ ഈ പ്രാവശ്യത്തെ വോട്ടർ പട്ടികയിൽ ഞാൻ ഉൾപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുകയാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു പ്രവർത്തനത്തിനോട് ചേർന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചടങ്ങിൽ പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, BLO M പ്രീത, മറ്റു റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ഫോറം പൂരിപ്പിക്കുന്നതിനും ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനും BLOയുടെ സഹായം ലഭിക്കും. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പുറത്തിറക്കും. ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ ആക്ഷേപങ്ങളും പരാതികളും നൽകാം. ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി തൃത്താല സ്വദേശിനി ഷംല ഹംസ. ഇത് 2ാം തവണയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തൃത്താലയെ തേടിയെത്തുന്നത്. മകളുടെ അവാർഡ് നേട്ടത്തിൽ നടിയുടെ ഉപ്പ ഹംസയും ഉമ്മ ഫാത്തിമയും ആഹ്ലാദം പങ്കുവച്ചു. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ ഫാത്തിമയെ അവിസ്മരണീയമാക്കിയതിനാണ് 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംലയെ തേടിയെത്തിയത്. തൃത്താല പഞ്ചായത്തിലെ അത്താണിക്കൽ വീട്ടിൽ ഹംസയുടെയും ഫാത്തിമയുടെയും മകളാണ് ഷംല ഹംസ. മകളുടെ അവാർഡ് നേട്ടത്തിൽ തികഞ്ഞ ആഹ്ലാദത്തിലാണ് കുടുംബം. തിരുവനന്തപുരത്ത് IFFK അതിൻ്റെ അവാർഡ് ഉണ്ടായിരുന്നു. അതിന് മോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രാൻഡസിൽ അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ ക്രിട്ടിക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. അപ്പോൾ അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. കുടുംബസമേതം എടപ്പാളിലെ തിയേറ്ററിലെത്തിയാണ് തങ്ങൾ മകളുടെ സിനിമ കണ്ടതെന്നും നാം ഓരോരുത്തരും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് ഫെമിനിച്ചി ഫാത്തിമയെന്നും മാതാവ് ഫാത്തിമ പറഞ്ഞു. ഞങ്ങൾ കണ്ട് ഉപ്പിയമ്മി ഞങ്ങളുടെ കുടുംബം മരുമകൾ എല്ലാവരും പോയിട്ട് മക്കൾ അടക്കം പോയിട്ട് പൊന്നെ ഇവിടെ എടപ്പാൾ പോയിട്ട് സിനിമ കണ്ടത്. നല്ല സിനിമയാണ്, കാണാൻ പറ്റാവുന്ന എല്ലാവരും കാണാൻ പറ്റാവുന്ന സിനിമയാണ്. ഒരു കാണാൻ ഒരു കുടുംബകഥ, മുമ്പകാലത്തെ കുടുംബകഥയിൽ കാണാൻ പറ്റുന്ന സിനിമയാണ്. ഫാസിൽ മുഹമ്മദാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ. ലിംഗസമത്വം, സാംസ്കാരിക പാരമ്പര്യം, വ്യക്തിശാക്തീകരണം എന്നീ പ്രമേയങ്ങൾ കേന്ദ്ര കഥാപാത്രമായ ഫാത്തിമയുടെ കണ്ണിലൂടെ കാണുന്ന സിനിമയാണ് ചിത്രം. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ ബെഡ് ഒഴിവാക്കിയത്. ഇപ്പൊ എന്റെ പൈസക്ക് ഒരു ബെഡ് വാങ്ങാൻ പറ്റൂല. ഞാനേ ഈ പള്ളിയിൽ ഉസ്താദാ, ഈ നാട്ടുകാർക്ക് മുഴുവൻ ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആള്. ആ ഇന്റെ വരെ തന്നെ ഞാൻ പറഞ്ഞത് കേൾക്കൂലെങ്കിൽ ഞാൻ പറഞ്ഞത് നാട്ടിൽ കേൾക്കൂല. മനസ്സിലായി എനിക്ക്? ഫെമിനിച്ചിയ
എന്ത്? കഴിഞ്ഞ വർഷം മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന ചന്ദ്രൻ തൃത്താല പരുതൂർ സ്വദേശിനിയാണ്. വരവൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വരവൂർ ഗ്രാമപഞ്ചായത്ത് ധനകാര്യ കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാന്റിൽ നിന്ന് 55,50,000 രൂപ വകയിരുത്തിയാണ് സബ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ മുഖ്യാതിഥിയായി. വരവൂർ PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ രവീന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിഖിൽ രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK യശോദ, TA ഹിദായത്തുള്ള, വിമല പ്രഹ്ലാദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P പ്രീതി എന്നിവർ സംസാരിച്ചു. മറ്റ് വലിയ ഹോസ്പിറ്റലുകൾ അതിന്റെ ശ്രമം തുടങ്ങാൻ പോവുകയാണ്. മറ്റൊന്ന് ഗേറ്റർ എന്ന് പറഞ്ഞ് നമ്മുടെ ചലനശേഷി നഷ്ടപ്പെട്ട ആളുകളെ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ ചലനശേഷി നഷ്ടപ്പെട്ട അതിൻ്റെ പ്രവർത്തനം വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പുതിയ ചികിത്സാ രീതി, അത് കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഇനി അത് തുടക്കം കുറിച്ചു. ഇനി മറ്റു ഹോസ്പിറ്റലുകളിൽ ഇതിൻ്റെ ശ്രമം തുടങ്ങാൻ പോവുകയാണ്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളിയേക്കൽ ബാവ സ്വന്തം ചെലവിൽ നാട്ടുകാരുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന ചുടുവായൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. എൻ്റെ സ്വപ്നം നാടിൻ്റെ വഴി എന്ന സന്ദേശവുമായി പൂർത്തിയാക്കിയ 130 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള റോഡിൻ്റെ ഉദ്ഘാടനം മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ റോഡ് യാഥാർത്ഥ്യമാക്കിയ മാളിയേക്കൽ ബാവ തൻ്റെ സന്തോഷം പങ്കുവച്ചു. സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഈ നിമിഷം തൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മാളിയേക്കൽ ബാവ പറഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൽ വളരെ അപൂർവമായി ലഭിക്കുന്ന മെമ്പർമാരിൽ ഒരാളാണ് മാളിയേക്കൽ ബാവ. കഴിഞ്ഞ 5 വർഷവും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓണറേറിയം കൊണ്ട് നൽകിയ പാവപ്പെട്ടവർക്ക് നൽകിയ സഹായ വിതരണങ്ങളുടെ സാക്ഷികളാണ് ഞാനും ഈ നിൽക്കുന്ന എല്ലാവരും. ഇപ്പോൾ അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്ന് 3.5 ലക്ഷം രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത്. ഈ പ്രവർത്തനം ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമായി അദ്ദേഹം കാണുകയും ജനപ്രതിനിധികൾക്ക് ഇതൊരു മാതൃകയായി ഈ മാതൃക പിൻപറ്റാനുള്ള മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്. ചടങ്ങിൽ OK ഫാറൂഖ്, V അബ്ദുള്ളക്കുട്ടി, V ഷംസു, മാനു വട്ടുള്ളി, സയ്യിദ് മുഹമ്മദ് മനോജ്, ഹക്കു വട്ടുള്ളി, മജീദ് മാഷ് തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാരും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. 5 ദിവസങ്ങളിലായി കൂറ്റനാട് വട്ടേനാട് സ്കൂളിൽ നടന്നുവരുന്ന തൃത്താല ഉപജില്ല കേരള സ്കൂൾ കലോത്സവം 3-ാം ദിവസം പിന്നിട്ടു. വേദി 1 VT ഭട്ടതിരിപ്പാടിൽ നടന്ന ഭരതനാട്യം, കുച്ചുപ്പുടി, കേരള നടനം മത്സരങ്ങളോടെയാണ് വേദികൾ ഉണർന്നത്. വേദി 2-ൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരവും നടന്നു. മറ്റു വേദികളിലായി മോണോ ആക്ട്, പൂരക്കളി, മാർഗം കളി, ചവിട്ട് നാടകം, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചുപ്പുടി, പദ്യപാരായണം എന്നീ മത്സരങ്ങളും നടന്നു. ബുധനാഴ്ച വിവിധ വേദികളിലായി UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം നാടോടി നൃത്തം, സംഘനൃത്തം, കോൽക്കളി, അർബനമുട്ട്, പണിയ നൃത്തം, മലപുലയ ആട്ടം മത്സരങ്ങളാണ് പ്രധാനമായും അരങ്ങിലെത്തുക. തൃത്താല ഉപജില്ല കലോത്സവ നഗരിയിലെ വേദിക്ക് പുറത്തെ താരങ്ങളായി ഹരിതകർമ്മ സേനാംഗങ്ങൾ. വേദിയിൽ അരങ്ങ് തകർത്ത് മത്സരങ്ങൾ നടക്കുമ്പോഴും കലോത്സവ നഗരി ക്ലീനായി സൂക്ഷിക്കുന്നതിന്റെ തിരക്കിലാണ് ഇവർ. പട്ടിത്തറ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുഴുകി ഉപജില്ലാ കലോത്സവ നഗരിയിലുള്ളത്. ഓരോ ദിവസവും കാലത്ത് 8:30 മുതൽ വൈകിട്ട് 5 മണി വരെ കലോത്സവ നഗരിയുടെ ഏതു കോണിലും ശുചീകരണ ജോലിയുമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ സജീവമാണ്. വളരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് പരിപാടി തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ
നമ്മുടെ സ്കൂള് വളരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. പിന്നെ നമ്മുടെ സ്കൂളുകളിലെ മാഷ്മാർ, ഹെഡ് എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളോട് നല്ല രീതിയിലാണ്. 17 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഓരോ ദിവസവും ജോലികൾക്കായി എത്തുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ വേദികളും പരിസരവുമെല്ലാം പ്ലാസ്റ്റിക് മുക്തമാക്കും. കാലത്ത് 8:30 ഞങ്ങൾ ഇവിടെ എത്തും. പിന്നെ 13 സ്റ്റേജിന്റെ പരിസരത്തും കൊട്ടകൾ വെച്ചിട്ടുണ്ട്. ഏകദേശം 50 കൊട്ടകളുണ്ടാവും. ഞങ്ങള് രാവിലെ വന്നാൽ ഇവിടെ എല്ലാവരുടെയും ക്ലീൻ ചെയ്യും. പിന്നെ നിറഞ്ഞ കൊട്ടകളത്തെ വേസ്റ്റ് ഒക്കെ മാറ്റും. പിന്നെ എല്ലാ പരിസരങ്ങളും നോക്കും. എല്ലാവരും അത് രണ്ടാള് സ്റ്റേജിന്റെ അവിടെ ഒരു സ്റ്റേജിന്റെ അവിടെ നിൽക്കുക, അപ്പുറത്ത് രണ്ടാൾ നിൽക്കും. എവിടെയും പ്ലാസ്റ്റിക്കോ പേപ്പറോ ഒന്നും വലിച്ചെറിയ. ഇത്തരത്തിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മൊത്തം പട്ടിത്തറയിലെ വെങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന MCF-ലെത്തിച്ച് വേർതിരിക്കും. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ 2 ബോട്ടിൽ ബൂത്തുകളും കലോത്സവ നഗരിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മണിക്ക് വരും, മാർച്ച് എല്ലാവരും കൂടി സൈൻ ചെയ്യിപ്പിക്കും. പിന്നെ 5 മണിക്ക് നമ്മൾ പോവുക. എല്ലാവരും കൊട്ട വെച്ചിട്ടുണ്ട്. ഒരു കൊട്ടയിൽ പ്ലാസ്റ്റിക്കും, പിന്നെ ഒരു കൊട്ടയിൽ പ്ലാസ്റ്റിക്, ഒരു കൊട്ടയിൽ കുപ്പി, അങ്ങനെ എല്ലാം വേർതിരിച്ചിടണമെന്ന് പറയുന്നത്. ഞങ്ങൾ ചാക്ക് കൊണ്ടുവരും. അതിന് കൊട്ടയിൽ നിന്ന് ചാക്കിലിടും. ഞങ്ങളെ MCF-ൽ കൊണ്ടുവയ്ക്കും 5 മണിയാകുമ്പോൾ. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഉപജില്ലാ കലോത്സവം സമാപിച്ച ശേഷം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ വിദ്യാലയം മൊത്തമായി ശുചീകരിക്കുകയും ചെയ്യും. 7 മണിക്കാകുമ്പോഴൊക്കെ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുന്നുണ്ട്. പിന്നെ ഞങ്ങളതിനൊക്കെ ആദ്യം വന്നവരിനൊക്കെ എല്ലാവരും ഒപ്പം നിർത്തിയിട്ട് പിന്നെ സൈൻ ചെയ്യിച്ചിട്ടൊക്കെയാണ് ഓരോ ഭാഗത്തേക്ക് വിടുന്നത്. പിന്നെ എല്ലാ സൗകര്യങ്ങളൊക്കെ മാഷ് ചെന്നിട്ട് ഞങ്ങളൊപ്പം ഉണ്ട്. എന്തായാലും മാഷ്ക്ക് നല്ലൊരു അഭിനന്ദനമാണ് ഞങ്ങളെല്ലാവരും നൽകുന്നത്. ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ രുചി വൈവിധ്യങ്ങൾ വിളമ്പാൻ തട്ടുകടയിട്ട് വിദ്യാർത്ഥികൾ. പാലിയേറ്റീവ് കെയറിന് വീൽചെയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വാങ്ങി നൽകലാണ് ഇവരുടെ ലക്ഷ്യം. തൃത്താല ഉപജില്ലാ കലോത്സവ നഗരിയിലെ വേറിട്ട കാഴ്ചയാണ് നന്മ നിറഞ്ഞൊരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന തട്ടുകട. വട്ടേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ED ക്ലബിന്റെ നേതൃത്വത്തിലാണ് എരിവും പുളിയും മധുരവും എന്ന് പേരിട്ട തട്ടുകടയുടെ പ്രവർത്തനം. സാധാരണ തട്ടുകടകളുടേതുപോലെ രുചിവൈവിധ്യങ്ങൾ വിളമ്പുക, ലാഭം നേടുക എന്നത് മാത്രമല്ല ഈ തട്ടുകടയുടെ ലക്ഷ്യം. ഭക്ഷണ സാധനങ്ങൾ വിറ്റുകിട്ടുന്ന പണം സമാഹരിച്ച് പാലിയേറ്റീവ് കെയറിന് ആവശ്യമായ വീൽചെയറുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും വാങ്ങി നൽകുക എന്ന നന്മ നിറഞ്ഞ ലക്ഷ്യം കൂടിയുണ്ട് ഈ തട്ടുകട നടത്തിപ്പിന് പിന്നിൽ. വിവിധ ഇനം മിഠായികൾ, ഉപ്പിലിട്ട വിഭവങ്ങൾ, ബ്രൗണി, മുട്ട മസാല, സാൻഡ്വിച്ച്, ലെയിം എന്നിങ്ങനെ രുചിവൈവിധ്യങ്ങളുടെ നീണ്ട നിരയാണ് തട്ടുകടയിലെത്തിയാൽ കാണാനാവുക. മിതമായ വിലയാണ് തട്ടുകടയിലെ ഭക്ഷണ വിഭവങ്ങൾക്കായി കുട്ടികൾ ഈടാക്കുന്നത്. കേവലം 10 രൂപ മാത്രമാണ് മുട്ട മസാലയ്ക്കും സാൻഡ്വിച്ചിനുമെല്ലാം ഈടാക്കുന്നത്. ബ്രൗണി ചെറുതിന് 8 രൂപയും വലുതിന് 15 രൂപയും മാത്രമാണുള്ളത്. കാലത്ത് 10 മണിക്ക് ആരംഭിക്കുന്ന തട്ടുകടയുടെ പ്രവർത്തനം വൈകിട്ട് 5 മണി വരെ നീളും. ഒരു ദിവസം 2000 രൂപയിലധികം കച്ചവടവും കുട്ടികൾ തട്ടുകടയിട്ട് നേടിയെടുക്കുന്നുണ്ട്. വിദ്യാലയത്തിലെ 17ഓളം NSS വിദ്യാർത്ഥികളാണ് ജോലിക്കാർ. KV അർജുൻ, T വിഷ്ണുപ്രിയ, EV ഫെബിന നസ്രീൻ, അൽസാബിത്ത്, റിൻഷ എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത്. ED ക്ലബിന്റെ ഭാഗമായി നടത്തുന്ന ഫുഡ് സ്റ്റാളാണ്. NSS വോളണ്ടിയേഴ്സ് ആണ് ഇതിൽ ഫുഡ് വെക്കുന്നത്. ഇതിന് കിട്ടുന്ന ലാഭം ഞങ്ങള് പാലിയേറ്റീവ് കെയറിനും പിന്നെ സ്കൂളിന് വേണ്ട കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഫുൾ ഹോം മെയ്ഡ് ആണ്. എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല. എന്താ പറയാ, സാധനങ്ങളാണ്. ഉപ്പിലിട്ടതെല്ലാം ഇവിടുത്തെ കുട്ടികൾ കൊണ്ടുവരുന്നതാണ്. വോളണ്ടിയേഴ്സും അല്ലാതെ സ്റ്റുഡൻസും കൊണ്ടുവരുന്നതാണ്. പിന്നെ ഗുലാം ജാം ഉണ്ട്. പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ബ്രൗണീസ് ഉണ്ട്. പിന്നെ മുട്ട മസാല ഉണ്ട്. പിന്നെ ചാട്ട് ഉണ്ട്. ഇതെല്ലാം ഹോം മെയ്ഡ് ആയി ഉണ്ടാക്കുന്നതാണ്. വിൽക്കുന്നത് ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്. നെല്ലിക്ക, പിന്നെ പൈനാപ്പിള്, ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ ഗുലാബ് ജാം ഉണ്ട്. പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ട്. ബ്രൗണി ഉണ്ട്. പിന്നെ മുട്ട മസാല ഉണ്ട്. പിന്നെ ചാട്ട് ഉണ്ട്. നമ്മളിതൊക്കെ ഹോം മെയ്ഡ് ഐറ്റംസ് ആയിട്ടാണ് വിൽക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിന് സമീപത്തു നിന്നും പാലക്കാട് റോഡിലേക്കുള്ള റോഡ് ഇനി NCC റോഡ് എന്നറിയപ്പെടും. ഇതിന്റെ പ്രഖ്യാപനം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഷോപ്പിനെയും ഷൊർണൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡ് ഇനി മുതൽ NCC റോഡ് എന്നാണ് അറിയപ്പെടുക. പട്ടാമ്പി നഗരസഭയാണ് റോഡിന്റെ പുതിയ നാമകരണം നടത്തിയത്. 1966 പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ NCC കേഡറ്റുകളാണ് വലിയ ഇടവഴിയായിരുന്ന ഈ പാതയെ രാവും പകലും പണിയെടുത്ത് റോഡാക്കി മാറ്റിയത്. അന്ന് റോഡ് വെട്ടുന്നതിൽ പങ്കാളികളായ കോളേജിലെ NCC കേഡറ്റുകളും അലുമിനി അംഗങ്ങളും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഈ റോഡിന് NCC റോഡ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ പ്രഖ്യാപനം കോളേജ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ഇടവഴികളെല്ലാം തന്നെ വളരെ ദുർഘടം പിടിച്ച വഴികളായിരുന്നു. അത് ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് ഇവിടുന്ന് പട്ടാമ്പി റോഡിൽ നിന്ന് പട്ടാമ്പി ചെർപ്പശ്ശേരി റോഡിൽ നിന്ന് ഷൊർണൂർ റോഡിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഈ വഴി.
ഏറ്റവും എളുപ്പമാണ് നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ, മണ്ണിടങ്ങളിലേക്ക് എത്താൻ എളുപ്പമാണ്. ആ കോളേജ് കുട്ടികൾക്കെല്ലാം ആ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി നേരെ ഇങ്ങോട്ട് നടന്നവർ വളരെ എളുപ്പമായിരുന്നു. ആ വഴി ഇത്ര മനോഹരമായി നല്ല റോഡാക്കി മാറ്റി വഴി വെട്ടി തെളിച്ച അന്നത്തെ NCC 66 NCC കേഡറ്റുകളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇവിടെ അബ്ദുൽ മാഷ് സൂചിപ്പിച്ചു കഴിഞ്ഞു ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അന്നുണ്ടായിരുന്ന അതിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ. അന്ന് പെട്രോമാക്സ് കത്തിച്ച് അതേപോലെ മണ്ണെണ്ണ വിളക്ക് വെച്ച് മണ്ണെണ്ണ നിറച്ച് പന്തുണ്ടാക്കിയിട്ടൊക്കെയാണ് ഇവർ റോഡ് വെട്ടി എന്നുള്ളത്. അന്നത്തെ കഷ്ടപ്പാട് അങ്ങനെയാണ്, അന്നത്തെ രീതികൾ അങ്ങനെയാണ്. എന്നിരുന്നാലും ഇപ്പോൾ ആളുകൾക്ക് നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമായ ആ റോഡ് ഇന്ന് കഴിഞ്ഞ വർഷം നമ്മുടെ അബ്ദുൽ മാഷും മറ്റ് അതിൻ്റെ എല്ലാവരും വെട്ടിയ ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ കൂടി വന്ന് പറയുകയുണ്ടായി നമ്മളോട് ഈ റോഡിനെ ഒരു NCC റോഡ് എന്ന് നാമകരണം ചെയ്യണമെന്ന്. അത് കൗൺസിൽ പാസ്സാക്കി ഇന്ന് അതിൻ്റെ നാമകരണം ചെയ്യുകയാണ്. പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡിൽ നിന്നും ഷൊർണൂർ റോഡിലേക്കുള്ള ലിങ്ക് റോഡ് NCC റോഡ് എന്നാണ് ഇനി മുതൽ അറിയപ്പെടുക. അത് പ്രഖ്യാപിച്ചതായി അറിയിച്ചു കൊടുക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MR രശ്മി അധ്യക്ഷയായിരുന്നു. നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി, സ്ഥിരസമിതി അധ്യക്ഷൻ വിജയകുമാർ, KT റുക്കിയ, കൗൺസിലർ KT റസ്ന, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജലക്ഷ്മി, അലുമിനി പ്രസിഡന്റ് CV പ്രസാദ്, NCC അലുമിനി പ്രസിഡന്റ് ഷെരീഫ് തുമ്പിൽ, സെക്രട്ടറി മനോജ്, ചിത്രമേഘൻ, NCC ഓഫീസർ ലഫ്റ്റനന്റ് ഡോക്ടർ പ്രമോദ്, മുൻ ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ P അബ്ദു, ബാലകൃഷ്ണൻ എഴുവന്തല, OP അച്യുതൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. തിരുവേഗപ്പുറ പാലം തകർച്ചയുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. പാലത്തിന് സമീപം സായാഹ്ന ധർണ നടത്തി. തിരുവേഗപ്പുറ പാലം തകർച്ചയ്ക്ക് കാരണമായ അശാസ്ത്രീയമായ അറ്റകുറ്റപ്പണിയും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പാലത്തിന് സമീപത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പുതിയ പാലം ഉടൻ നിർമ്മിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇസ്മയിൽ വിളയൂർ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു മാസക്കാലം, 1.5 മാസക്കാലം, 2 മാസക്കാലം ഒക്കെ അടച്ചിട്ടുകൊണ്ട് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങളാണ് അധികാരികൾ സ്വീകരിച്ചു വരാറുള്ളത്. ഏറ്റവും അവസാനം ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലം മെയിന്റനൻസ് വർക്കിന് വേണ്ടി അടച്ചിടുകയാണ് എന്ന് ഇവർ പറഞ്ഞു. എന്ന് മാത്രമല്ല, അന്ന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന്, ഖജനാവിൽ നിന്ന് 1 കോടിയോളം രൂപയാണ് ഇതിന്റെ മെയിന്റനൻസ് വർക്കുകൾക്ക് വേണ്ടി ചെലവഴിച്ചത്. പ്രിയപ്പെട്ടവരെ, 1 കോടി രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? 1 കോടി രൂപ ചെലവഴിച്ചിട്ട് ഒരു പാലം അറ്റകുറ്റപ്പണി നടത്തിയിട്ട് 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പാലം വീണ്ടും അടച്ചിടപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ MLAക്ക് ഒരു സ്വഭാവമുണ്ട്. അദ്ദേഹം താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള എല്ലാവരും അറിയണം എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കൈക്രിയകളാണ് ചെയ്യാറുള്ളത്. യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VPM ഇസ്ഹാൻ അധ്യക്ഷനായിരുന്നു. MSF സംസ്ഥാന കമ്മിറ്റി അംഗം PKM ഷെഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. V ഹുസൈൻകുട്ടി, T ഹനീഫ, TK ഷബീർ, KT ഷഹീർ, മുസ്തഫ ഞവൽക്കാട്, CKM സുഹൈൽ, P ഷുഹൈബ്, നിഷാദ് മേലേതിൽ, PT ജുറൈജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.